ഈ പുഴയും കടന്ന സീരിയലിൻ്റെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പ്രേക്ഷകരെല്ലാവരും കടുത്ത ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഗംഗയുടെ വിവാഹം. അതാണെങ്കിൽ വിനീതുമായിട്ടിപ്പോൾ തീരുമാനിച്ചിട്ട് വിവാഹ സമയത്ത് വിനീതിന് അവിടെ എത്താൻ പറ്റണില്ല. അത് വേറൊന്നും കൊണ്ടുമല്ല, നമ്മളുടെ സുജാതയുടെ മകളും കൂടി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വിനീതിനെ റൂമിലിട്ട് പൂട്ടുകയാണ്. അതിനുശേഷം കാവേരിയും നിതിനും കൂടി ചെന്നിട്ട് വിനീതിനെ ഓട് പൊളിച്ച് താഴെ ഇറങ്ങി അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട്. ഇതേസമയം സുജാതയുടെ മോളും അറിയണില്ല വിനീത് ഇവിടുന്ന് പോയ വിവരമൊന്നും. വിനീത് റൂമിൽ തന്നെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് അവരിയ്ക്കുന്നത്. എന്നിട്ട് ഇടയ്ക്ക് അവർ ചെന്ന് വീണ്ടും കീ ഹോളിക്കണം നോക്കണ സമയത്ത് ഈ നിതിൻ അവിടെ നിൽക്കണ കാണുമ്പം അത് വിനീതാണെന്നാണ് ഈ അമ്മയും മകളും വിചാരിക്കുന്നത്. ഇതേസമയം നമ്മളുടെ ജയപാലാണെങ്കിൽ അവിടെ നിന്ന് ശാരദയൊക്കെ ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ട്. ശാരദയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട്, ഒരാണുള്ള വീട്ടിൽ ആണിൻ്റെ വില അറിയുള്ളൂ, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേടി എന്ന് ചോദിക്കുമ്പം ഇപ്പം ജയപാലേട്ടൻ എന്താ വേണ്ടതെന്ന് ശാരദ ചോദിക്കുന്നുണ്ട്. അന്നേരം ജയപാലൻ പറയുന്നുണ്ട്, ജയപാലേട്ടനോ ഏട്ടൻ എന്നുള്ള സ്ഥാനമൊക്കെ എടുത്ത് കളഞ്ഞെന്നാണല്ലോ നീ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇപ്പോൾ വീണ്ടും ഏട്ടനായോ എന്ന് ചോദിക്കുമ്പം ഈ ശാരദ പറയുന്നുണ്ട്, ഞങ്ങളെ വിഷമിപ്പിക്കാണ്ട് നിങ്ങൾക്കൊന്ന് പോയി കൂടെ, എന്തിനാ നിങ്ങളിങ്ങനെ ഞങ്ങളുടെ പിന്നാലെ നടക്കണേന്ന് ചോദിക്കുമ്പോൾ ജയപാലൻ പറയുന്നുണ്ട്, എന്നെ വെറുപ്പിച്ചവരാരും നല്ലോണം ജീവിച്ചിട്ടില്ല, ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ മക്കളാണല്ലോ എന്ന് കരുതി അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കിയപ്പോൾ നിങ്ങൾക്കൊന്നും അത് പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും അഹങ്കാരം, 4 മക്കളെയും കൊണ്ട് നീ എന്ത് ചെയ്യാനാടി, കല്യാണം കഴിച്ചു വിടാൻ സ്വത്തുമില്ല ഒന്നുമില്ല, വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു വീട്ടിൽ നിന്നല്ലേ ഗംഗയ്ക്ക് ഞാൻ കല്യാണാലോചന കൊണ്ടുവന്നത്, അപ്പം നിനക്കത് പറ്റില്ല, ഒരു കുട്ടിയുണ്ടെന്ന് വിചാരിച്ച് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പം ഈ ശാരദ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ജയപാലേട്ടൻ്റെ മോൾക്ക് ആലോചിക്കാൻ മേലായിരുന്നോ, ആ സൗഭാഗ്യമൊക്കെ എൻ്റെ മോൾക്കായിട്ട് തന്നെ എന്തിനാന്ന്. അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അച്ഛമ്മ അങ്ങോട്ട് വന്നിട്ട് ജയപാലിനോട് പറയുന്നുണ്ട്, എന്നാലും മോനെ ഇനി നമ്മൾ എന്ത് ചെയ്യും, വിനീത് വന്നില്ലല്ലോ, സുജാത ഇങ്ങനെ എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കുമെന്ന് എനിക്കറിയായിരുന്നു, ഇനി അവനെ എങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമെന്ന് ചോദിക്കുമ്പം ജയപാലൻ പറയുന്നുണ്ട്, ഈ കല്യാണം മുടങ്ങി 3 കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗംഗയ്ക്ക് നല്ലൊരു പേര് തന്നെ കിട്ടും കല്യാണം മുടങ്ങിയ പെണ്ണെന്ന്, അതുകൊണ്ട് ഇനി വേറെ കല്യാണമൊന്നും നോക്കേണ്ട കാര്യം വരില്ല, ഇനി കല്യാണം നടക്കാനും സാധ്യതയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മളുടെ ഗംഗയാണെങ്കിൽ ഇപ്പോൾ പല പ്രാവശ്യം കല്യാണം മുടങ്ങിയതുകൊണ്ടും വിനീത് അവസാന നിമിഷം വരെ വരുമെന്ന് വിചാരിച്ചിട്ട് വരാതിരുന്നുകൊണ്ടും നിരാശയോടുകൂടി ഇങ്ങനെ കൊക്കയിലേക്ക് ചാടി ചാകാനായിട്ട് പോയി നിൽക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അച്ഛ ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് വരുമോ, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പുതിയ രാജ്യങ്ങൾ കാണണം, പുതിയ ആളുകളെ പരിചയപ്പെടണം, അങ്ങനെ ഒരുപാട് പറന്ന് നടക്കണം എന്നൊക്കെ ആഗ്രഹിച്ച, ഇപ്പോൾ എനിക്കതൊന്നും സാധിക്കണില്ല, എന്തായാലും ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പറന്ന് വരും അച്ഛാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചാടാനായിട്ട് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെയാണ് നമ്മളുടെ വിനീതും കാവേരിയും കൂടി ജീപ്പിൽ വരുന്ന സമയത്ത് ഗംഗ ഇങ്ങനെ കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്നത് കാവേരി കാണുന്നുണ്ട്. കാവേരി വേഗം തന്നെ വിനീതിനോട് പറയും, വിനീതേട്ടാ ഇത് ഗംഗേച്ചിയല്ല നിൽക്കുന്നത്, ഡ്രസ്സൊക്കെ കണ്ടിട്ട് ഗംഗേച്ചിയെ പോലെ ഉണ്ടല്ലോ എന്ന്. അങ്ങനെ വിനീതും കാവേരിയും കൂടി ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടി ഗംഗയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഗംഗ ചാടാനായിട്ട് പോകാണ്. പെട്ടെന്ന് തന്നെ കാവേരിയും വിനീതും കൂടി ഗംഗയെ പുറകിൽ നിന്ന് പിടിച്ച് വലിക്കുന്നുണ്ട്. അങ്ങനെ ഗംഗ പുറമടിച്ച് നിലത്തേക്ക് വീഴുന്ന സമയത്ത് കാവേരി ചോദിക്കുന്നുണ്ട്, ഗംഗ ചേച്ചി എന്തു പണിയാണ് കാണിച്ചു എന്ന് ചോദിക്കുമ്പോൾ, ഇനി എനിക്ക് ജീവിക്കേണ്ട കാവേരി, നീ എന്തിനാ എന്നെ തടഞ്ഞ്, എനിക്ക് മരിക്കണം, നീ എന്നെ വിടെന്നും പറഞ്ഞ് ബഹളം വയ്ക്കുമ്പം എന്നാൽ ഞാനും കൂടി ചാടാടിയെന്നും പറഞ്ഞുകൊണ്ട് വിനീത് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഗംഗയ്ക്ക് കാവേരിയുടെ കൂടെ വിനീതും ഉണ്ടെന്ന് മനസ്സിലാവണേ. വിനീതേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ വിനീതേട്ടൻ ഇത്രയും നേരം വരാതിരുന്നാൽ എന്താണെന്ന് ചോദിക്കുമ്പം വിനീത് ആ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സുജാതയുടെ മോളും കൂടി വഴക്കുണ്ടാക്കിയതും എന്നിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ പോയതും വിനീതിനെ റൂമിലിട്ട് പൂട്ടി അവർ പുറത്ത് കാവലിരിക്കണ കാര്യങ്ങളെല്ലാം ഈ ഗംഗയോട് പറയുന്നുണ്ട്. എന്നിട്ട് അമ്മ ഇപ്പോഴും ഞാൻ റൂമിൽ തന്നെയുണ്ടെന്ന് വിചാരിച്ച് റൂമിൻ്റെ വാതിൽക്കൽ തന്നെ നിൽക്കുകയെന്ന് പറയുമ്പം ഗംഗയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. ഇനി അമ്മ അറിഞ്ഞ് ഇങ്ങോട്ടെങ്ങാനും വന്നാൽ പ്രശ്നമാവില്ലേ വിനീതേട്ട, എന്നാൽ വിനീതേട്ടൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിക്കോ, വിവാഹം നടന്നാലും നമ്മളെ വീട്ടിൽ കയറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പം അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ, എന്തായാലും ചേച്ചിയും വിനീതേട്ടനും ഇപ്പോൾ വാ, അവിടെ അമ്പലത്തിൽ എല്ലാവരും നിങ്ങളെ കാത്ത് നിൽക്കുക, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ എല്ലാ ആൾക്കാരും അവിടെ നിന്ന് പരിഹസിക്കൽ തുടങ്ങി, എത്രയും പെട്ടെന്ന് നമുക്ക് അമ്പലത്തിലെത്തണം, അല്ലെങ്കിൽ മുഹൂർത്തം കഴിയുമെന്നും പറഞ്ഞുകൊണ്ട് ഗംഗേനെ വിളിച്ചുകൊണ്ട് ഇവർ അമ്പലത്തിലോട്ട് പോകുന്നുണ്ട്. ഇതേ സമയം ശാരദ ഗംഗേനെ കാണാനില്ല എന്നുള്ള വിവരം അറിഞ്ഞിട്ട് അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ്. അന്നേരം അച്ഛമ്മ വന്നിട്ട് പറയുന്നുണ്ട്,
ഇതിലും നല്ലത് ആ ജയബാലൻ കൊടുന്ന ആലോചന നടത്തണതായിരുന്നു. അതാണെങ്കിൽ ഗംഗയ്ക്ക് കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കാൻ പറ്റിയേനെ. ഇതിപ്പോൾ 3ാമത്തെ കല്യാണവും മുടങ്ങിയില്ലോ എന്ന് പറയുമ്പോൾ ശാരദ പറയുന്നുണ്ട്, അമ്മേ ദയവ് ചെയ്ത് അമ്മയൊന്നും മിണ്ടാതിരി. എന്തായാലും വിനീത് വരുമായിരിക്കും, മോളെയും കാണുന്നില്ല, മോളിത് അവിടെ പോയായിരിക്കും. ഇനിയിപ്പോൾ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവനോട് ഉണ്ടാവില്ല. എനിക്ക് എപ്പോഴും എൻ്റെ 2 ഭാഗത്തായിട്ട് എൻ്റെ 4 മക്കളും വേണം. ഇല്ലെങ്കിൽ നിങ്ങളാരും എന്നെ ജീവനോടെ കാണില്ല എന്ന് പറയുമ്പം ഈ അച്ചമ്മയ്ക്കാണെങ്കിലും ആകെ വിഷമാവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പൂജാരി വന്നിട്ട് പറയുന്നുണ്ട്, മുഹൂർത്തം കഴിയാൻ ഇനി അധികം സമയമൊന്നുമില്ല, ഇതുവരെയും വധുവും വരനും എത്തിയില്ലല്ലോ എന്ന് പറയുമ്പം ശാരദ പറയുന്നുണ്ട്, വധുവിനെ കാണുന്നില്ല തിരുമേനി കുറച്ച് സമയം കൊണ്ട് നിൽക്ക്, ഞങ്ങൾ മോളെ എവിടെയാണെന്ന് നോക്കട്ടെ എന്ന്. അങ്ങനെ ആളുകളാണെങ്കിൽ അവിടെ നിന്നിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ 3ാമത്തെ വിവാഹമല്ല ഇപ്പോൾ മുടങ്ങുന്നത്, ഇതെന്താ ഈ പെൺകുട്ടിക്ക് മാത്രം ഇങ്ങനെ? അയാൾ മരിച്ചതിന് ശേഷം ഇവരുടെ സമയം വളരെ മോശമാണല്ലോ. അന്ന് ആദ്യത്തെ വിവാഹ നിശ്ചയത്തിൻ്റെ സമയത്തല്ലേ അയാൾ മരിച്ചത്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 2ാം കെട്ടുകാരനായിട്ട് വിവാഹം നിശ്ചയിക്കാനിരുന്നതാണ്. അന്ന് അമ്മയും മക്കളും കൂടി പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ വിവാഹം ഒഴിവായിപ്പോയത്. ഇപ്പോൾ അമ്മായിയുടെ മോൻ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ട് ആ പയ്യനാണെങ്കിൽ വന്നിട്ടുമില്ല. ആ സുജാത അവനെ റൂമിൽ പൂട്ടിയിട്ടേക്കാണെന്നാണ് പറയണേട്ടെ. കൊച്ചിൻ്റെ വിധി എന്ത് വിധിയാണോ ഭഗവാനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ വിനീതിൻ്റെ വീട്ടിൽ അമ്മയും പെങ്ങളും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം വിനീതിനെ റൂമിൽ പൂട്ടിയിട്ടേക്കാണ്. വിനീത് ചെല്ലാതെ കല്യാണം നടക്കൂല, ഗംഗയുടെ 3ാമത്തെ കല്യാണം മുടങ്ങുമെന്നുള്ള സന്തോഷത്തിലാണ്. അപ്പോൾ സുജാത മോളോട് പറയുന്നുണ്ട്, ഗംഗയെ എൻ്റെ വിനീതിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ ഞാൻ എത്ര പ്രാവശ്യം എൻ്റെ ആങ്ങളയോടും ഭാര്യനോടും പറഞ്ഞതാണ്. അന്ന് അവർക്ക് വിനീതിനെ പുച്ഛമായിരുന്നു. അന്ന് എൻ്റെ മോൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. അന്ന് അവൾ പറഞ്ഞത് അവൾക്ക് ലോകം മുഴുക്കെ കാണണം, വിനീതിനെ വിവാഹം കഴിച്ച് ഈ പട്ടിക്കാട്ടിൽ തന്നെ ജീവിക്കാൻ പറ്റില്ല, വിദേശത്തൊക്കെ പോകണമെന്നാ. എന്നിട്ടിപ്പോൾ ആരും കല്യാണം കഴിക്കാനില്ല എന്ന് കണ്ടപ്പോൾ അവളെ എൻ്റെ മോൻ കെട്ടണമെന്ന്. അതെവിടുത്തെ ന്യായ? അതൊരിക്കലും നടക്കാൻ പോണില്ല. അതുമാത്രമല്ല, അതുപോലെയുള്ള ഒരു അഹങ്കാരിനെ എൻ്റെ മോൻ വിവാഹം കഴിച്ചാൽ എനിക്ക് ഈ കുടുംബത്തിൽ ഒരു വില ഉണ്ടാവില്ല, അവളുടെ ഭരണമായിരിക്കും ഇവിടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മൗള് പറയുന്നുണ്ട്, അതിനിപ്പോൾ സമാധാനമായില്ലേ അമ്മേ, ഈ വിവാഹം അവളുടെ മുടങ്ങിയില്ലോ. ഇനിയിപ്പോൾ എന്തായാലും അമ്മയുടെ ഭീഷണി ഫലിച്ചിട്ടുണ്ട്, വിനീത് അമ്മ തീ വെച്ചെങ്കിലോ എന്നോർത്ത് പേടിച്ചിട്ടാണ് പുറത്തിറങ്ങാണ്ടിരിക്കണേന്നൊക്കെ പറഞ്ഞ് ഇവർ സന്തോഷിക്കുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ നിതിനാണെങ്കിൽ കാവേരിയും വിനീതും റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ തന്നെ ഓട് വഴി പുറത്തിറങ്ങിയിട്ട് ആരും കാണണില്ല എന്ന് ഉറപ്പ് വരുത്തി ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. ഈ നേരത്താണെങ്കിൽ നമ്മളുടെ ജയബാലൻ പോകാണ്ട് അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഈ ശാരദയും മക്കളെയും വീണ്ടും വീണ്ടും പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ശാരദയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഈ ശാരദ, നിൻ്റെ മോളുടെ ഈ വിവാഹം മുടങ്ങിയില്ലേ? അപ്പം 3 പ്രാവശ്യം കല്യാണം മുടങ്ങിയ ഇനി അവളെ കല്യാണം കഴിക്കാൻ ആരും വരില്ല, എന്തായാലും ഞാൻ പോവാന്നും പറഞ്ഞുകൊണ്ട് ഈ ജയപാലനാണ് ഈ കാറ് കയറി പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ജയപാലിൻ്റെ കാറിൻ്റെ മുന്നിലോട്ട് ഒരു വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ജയപാലിന് കാർ എടുക്കാൻ പറ്റാണ്ടായി ദേഷ്യം വന്നിട്ട് ജയപാലൻ മുന്നോട്ട് ചെന്നിട്ട് ആരടാ വണ്ടിക്ക് വട്ടം വെച്ചേക്കണേന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് ചെല്ലുമ്പം അതിൻ്റെ മുമ്പിലത്തെ സീറ്റിൽ നിന്നും കാവേരി ഇറങ്ങി വരുന്നുണ്ട്. കാവേരി ഇറങ്ങി വന്നിട്ട് ആരടാന്നല്ല ആരടിയെന്ന് ചോദിക്കണം, എന്നെ മനസ്സിലായില്ലേ, ഞാൻ കാവേരിയ, ഇത്ര നേരം നിന്നിവിടെ കണ്ടില്ലല്ലോ, നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് സീനിൽ ഞാൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ കാവേരി വരുമ്പം നല്ല രീതിയിൽ തന്നെ വരുള്ളൂ, കേട്ടിട്ടില്ലേ, ട്രിപ്പിളായിട്ടേ വരുള്ളൂ, അതുകൊണ്ട് ഞാൻ വിനീതേട്ടനെയും ഗംഗച്ചേച്ചീനെയും ആയിട്ടാണ് വന്നേക്കണേന്ന് പറയുമ്പോൾ അതിന് നിൻ്റെ ഗംഗച്ചേച്ചീനെ കാണാനില്ലല്ലോ, അതുപോലെ വിനീതിനെ സുജാത വീട്ടിൽ പൂട്ടിയിട്ട് വെക്കുമല്ലേ, പിന്നെ എങ്ങനെയാണ് കല്യാണം നടക്കണേന്ന് ചോദിക്കുമ്പം അതൊക്കെയുണ്ട്. ഇപ്പം എന്തായാലും നിങ്ങൾ നോക്കിക്കോ, എൻ്റെ ഗംഗച്ചേച്ചിയും വിനീതേട്ടനും വണ്ടിയിലുണ്ടെന്നും പറഞ്ഞ് ഈ കാവേരിയാണ് ഈ ചേച്ചിയും ചേട്ടനും ഇറങ്ങി വാന്ന് പറഞ്ഞതും ഈ ഗംഗയും വിനീതും ജീപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അത് കണ്ടതും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ശാരദേനോട് ഓടി ചെന്നിട്ട് അവിടെയുള്ളവർ പറയുന്നുണ്ട്, അതേ ശാരദ ചേച്ചി മോളും വിനീതും വന്നിട്ടുണ്ടെന്ന്. അത് കേട്ടതും ശാരദയാണെങ്കിൽ സന്തോഷത്തോടുകൂടി ഓടി വന്ന് വിനീതിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. അന്നേരം വിനീത് പറയുന്നുണ്ട്, അമ്മായി ഇങ്ങനെ കരയില്ലേ, കരഞ്ഞാൽ സങ്കടമാവും, എന്തായാലും മുഹൂർത്തം കഴിയാറായില്ലേ, പെട്ടെന്ന് വാ നമുക്ക് താലികെട്ട് നടത്താമെന്നും പറഞ്ഞ് മറ്റുള്ളവർ വന്ന് വിളിക്കുമ്പം വിനീതും ഗംഗയും ശാരദ എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട്. അന്നേരം നമ്മളുടെ ജയപാലനൊക്കെയാണെങ്കിൽ ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കണില്ല. ജയപാലൻ ദേഷ്യത്തോടു കൂടി ഈ കാവേരിനെ നോക്കണ സമയത്ത് കാവേരി പറയുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല അല്ലേ, എന്തായാലും ഇത്രയും നേരം നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുമായിരുന്നില്ലേ, എന്നും ഒരാളെ തന്നെ വിജയിക്കാൻ ഈശ്വരനെ അനുവദിക്കില്ല, നിങ്ങൾ ഞങ്ങളോട് ചെയ്ത ദ്രോഹത്തിനുള്ള ശിക്ഷയൊക്കെ നിങ്ങൾക്ക് കിട്ടും, അന്ന് നിങ്ങളെ ജനങ്ങളെല്ലാവരും കൂവും, ആ സമയത്ത് നിങ്ങളുടെ മരണം സംഭവിച്ചിരിക്കും, പിന്നെ നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കാവേരിയും അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് മണ്ഡപത്തിലോട്ട് ഇരിക്കുന്നു പറഞ്ഞ എല്ലാവരും
വിനീതിനെയും ഗംഗേനെയും മണ്ഡപത്തിലേക്ക് കയറ്റുന്ന സമയത്ത് വിനീത് പറയുന്നുണ്ട്, നിതിൻ വന്നില്ലല്ലോ, ഞാൻ നിതിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോണെടുത്ത് നിതിനെ വിളിക്കുന്ന സമയത്ത് നിതിൻ പറയുന്നുണ്ട്, എടാ ഞാൻ എത്താറായി, നിങ്ങൾ ചടങ്ങ് തുടങ്ങിക്കോ, ഒരു പ്രശ്നമില്ല, അമ്മയ്ക്കും ചേച്ചിക്കും എന്തെങ്കിലും സംശയം ഉണ്ടോടാ എന്ന് ചോദിക്കുമ്പോൾ അവർക്കൊരു സംശയമില്ല, നീ റൂമിലാന്നുള്ള വിശ്വാസത്തിലാണ് അവരിയ്ക്കണേ, എന്തായാലും ചടങ്ങ് നടക്കട്ടെ, ഞാൻ ഇപ്പം തന്നെ അവിടെ എത്തുമെന്ന് പറയുന്നു. അങ്ങനെ ഫോൺ വെച്ചതും നമ്മളുടെ വിനീതും ഗംഗയും മണ്ഡപത്തിലിരിക്കുന്നുണ്ട്. ആ സമയം തന്നെ പൂജിച്ച താലിയായിട്ട് തിരുമേനി വന്നിട്ട് താലി കൊടുത്തിട്ട് കെട്ട് നടക്കട്ടെ എന്നും പറഞ്ഞ് വിനീതാണെങ്കിൽ ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ട്. ഈ സമയത്ത് ജയപാലനാണെങ്കിൽ ഈ ഒരു രംഗം കണ്ടിട്ട് ഒട്ടും സഹിക്കണില്ല. ജയപാലൻ ദേഷ്യത്തോടുകൂടി ചവിട്ടിത്തുള്ളി പോണ കാണുമ്പം കാവേരി പറയുന്നുണ്ട്, അയാൾക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല ഗംഗ ചേച്ചിയുടെ വിവാഹം നടന്നത്, അയാൾ എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടങ്ങുമെന്ന് വിചാരിച്ച് സന്തോഷിച്ച് വന്നതാ, ഇനിയിപ്പോൾ അയാളെ നമ്മളൊന്നും കൂടി സൂക്ഷിക്കണം അമ്മയെന്ന് പറയുമ്പം ശാരദ പറയുന്നുണ്ട്, അത് മോള് പറഞ്ഞത് നേരെ, നിങ്ങളുടെ അച്ഛൻ മരിക്കാൻ കാരണക്കാരൻ അയാളെ നമ്മൾ സൂക്ഷിക്കണമെന്ന്. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഗംഗയും വിനീതും മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ സുജാതയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. അത് വേറൊന്നുമല്ല, മുഹൂർത്ത സമയം കഴിഞ്ഞൂലോ എന്നുള്ള സന്തോഷമാണ്. ഇപ്പോൾ വിനീത് റൂമിലായതുകൊണ്ട് തന്നെ ഗംഗയുടെ കല്യാണം മുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അമ്മയും മക്കളും അവിടെ കരഞ്ഞിരിക്കണമെന്ന് പോയി കാണാമെന്നും പറഞ്ഞുകൊണ്ട് സുജാത മോളോട് പറയുന്നുണ്ട്, എടി നമുക്കൊന്ന് അമ്പലം വരെ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ, അതെന്തിനാ അമ്മയെ നമ്മളിപ്പോൾ അമ്പലത്തിൽ പോകണമെന്ന് ചോദിക്കുമ്പോൾ, അല്ല കല്യാണം മുടങ്ങിയിട്ട് ആ ഗംഗയും അവളുടെ അമ്മയും അനുജത്തിമാരും ഇരുന്ന് കരയണത് എനിക്കൊന്ന് നേരിട്ട് കാണണം, എന്തായാലും നീ റെഡിയാവുക, നമുക്കൊന്ന് അമ്പലം വരെ പോകാമെന്ന് പറയുമ്പം മോള് ചോദിക്കുന്നുണ്ട്, അത് വേണോ അമ്മേ, നമ്മളിപ്പോൾ അങ്ങോട്ട് ചെല്ലണോ, എന്തായാലും നമ്മളിവിടെ വിനീതിനെ പൂട്ടിയിട്ടു, അവളുടെ കല്യാണവും മുടങ്ങി, ഇനി അത് കാണാനായിട്ട് നമ്മൾ പോണത് ശരിയാണോ എന്ന് ചോദിക്കുമ്പം അതിലൊരു തെറ്റുമില്ല, അത് വേറൊന്നും കൊണ്ടുമല്ല, ചെറുപ്പത്തിലേ പറഞ്ഞു വെച്ചിരുന്നതാ ഗംഗ വിനീതിനുള്ളതാണ്, എന്നിട്ട് അവൾ വളർന്നു കഴിഞ്ഞപ്പം അവൾക്ക് വിനീതിനെ വേണ്ടാന്ന് പറഞ്ഞു, അവളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആങ്ങളുടെയും നാത്തുവിൻ്റെയും കാല് പിടിച്ച് കരഞ്ഞ് അപേക്ഷിച്ചതാ ഗംഗയെ വിനീതിന് വിവാഹം കഴിച്ചു കൊടുക്കുക, അവളെ അവൻ പൊന്നു പോലെ നോക്കിക്കോളുന്നു. അന്ന് എൻ്റെ ആങ്ങളെ എന്നോട് പറഞ്ഞത്, അവൾക്ക് ലോകം കാണണം, ഈ പട്ടിക്കാട്ടിൽ ജീവിക്കണ വിനീതിനെ വിവാഹം കഴിക്കാൻ പറ്റില്ല, അവളുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ വിവാഹം മുടങ്ങിയതിൻ്റെ പേരിലാണ് എൻ്റെ മോനെ വിവാഹം കഴിക്കാൻ അമ്മയും മക്കളും തയ്യാറായത്. ഇപ്പോൾ ആ വിവാഹം മുടങ്ങി സങ്കടത്തോടുകൂടി കരഞ്ഞിരിക്കുന്ന ശാരദേനെയും മക്കളെ എനിക്കൊന്ന് നേരിട്ട് കാണണം. ആ ഗംഗയുണ്ടല്ലോ, അവൾ ഭയങ്കര അഹങ്കാരിയ, അല്ലെങ്കിൽ ഗംഗയെ പല ആപത്തിലും സഹായിച്ചിട്ടുള്ള എൻ്റെ മോനെ വേണ്ടാന്ന് അവൾ വെക്കില്ലായിരുന്നുല്ലോ, എന്തായാലും നീ റെഡിയായി വാ, നമുക്ക് അമ്പലം വരെ ഒന്ന് പോയി നേരിട്ട് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് സന്തോഷിച്ച് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഈ സുജാതയും മോളും കൂടി റെഡിയായി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം വിവാഹമൊക്കെ കഴിഞ്ഞ് ഈ വിനീതും ഗംഗയും കൂടി മണ്ഡപത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ നിതിനാണി വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഇനി എന്തായാലും എല്ലാവരും വാ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും മുന്നോട്ട് നടക്കുന്ന സമയത്താണ് സ്റ്റെപ്പ് ഇറങ്ങി നമ്മളുടെ സുജാതയുടെ മോളും കൂടെ വന്നെ. ഇവരെ കണ്ടതും വിനീത് വേഗം തന്നെ അതേ അമ്മയും ചേച്ചി എന്ന് പറയുന്നു. അത് കേട്ടതും ശാരദയും കാവേരിയും എല്ലാവരും അങ്ങോട്ട് നോക്കുമ്പം സുജാതയും മോളും കൂടിയും അങ്ങോട്ട് നടന്നു പറഞ്ഞാണ് കാണുന്നത്. അന്നേരം വിനീത് പറയുന്നുണ്ട്, വിവാഹത്തിൻ്റെ കാര്യം അറിഞ്ഞിട്ട് അമ്മയും ചേച്ചിയും വഴക്കുണ്ടാക്കാൻ വന്നെയായിരിക്കുമെന്ന് ഗംഗയോട് പറയുമ്പം ഗംഗ പറയുന്നുണ്ട്, എന്തായാലും വിവാഹം കഴിഞ്ഞല്ലോ, സമാധാനമായി വിനീതേട്ടാന്ന്. അങ്ങനെ ഈ സുജാതയുടെ മോളും ആണെങ്കിൽ വിവാഹം കഴിഞ്ഞ കാര്യമൊന്നും അറിയില്ല, വിവാഹം മുടങ്ങി ഇവരിവിടെ നിൽക്കണേന്ന് വിചാരിച്ച് ഇവരുടെ അടുത്തേക്ക് നടന്നു വരുമ്പോഴാണ് വിനീതിൻ്റെ കൂടെ ഗംഗ നിൽക്കുന്നത് കാണുന്നത്. അത് കണ്ടതും സുജാത ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ഇവരുടെ അടുത്തേക്ക് വരുമ്പം നമ്മളുടെ വിനീതാണെങ്കിൽ ഗംഗയുടെ കയ്യിൽ മുറുക്കി പിടിക്കുന്നുണ്ട്. എന്നിട്ട് സുജാത അടുത്തേക്ക് വന്നതും, നീ ഞങ്ങളെ ചതിക്കുമായിരുന്നില്ലേടാ, നീ റൂമിലുണ്ടെന്ന് കരുതിയല്ലേ ഞാനിരുന്നത്, നീ എപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതെന്നൊക്കെ ചോദിച്ച് ഈ വിനീതിൻ്റെ കർണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനീത് പറയുന്നുണ്ട്, അമ്മേ എന്നെ തല്ലല്ലേ അമ്മേ, ഞാൻ ഗംഗേനെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തതല്ലേ, പിന്നെ ഞാൻ എങ്ങനെയാണ് അമ്മയെ ചതിക്കണേ, ഒന്നുമില്ലെങ്കിലും അമ്മാവനെക്കുറിച്ചെങ്കിലും അമ്മ ഓർക്കണ്ടേ അമ്മയെന്ന് ചോദിക്കുമ്പം, ഉവാടാ ഞാൻ എല്ലാവരെക്കുറിച്ചും ഓർക്കുന്നുണ്ട്, ഇവളെ നിനക്ക് വിവാഹം കഴിച്ച് തരാൻ പറഞ്ഞ് നിൻ്റെ അമ്മാവൻ്റെയും അമ്മായിയുടെയും കാല് പിടിച്ചതാണ് ഞാൻ, അന്ന് ഇവർ അതിന് സമ്മതിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോടാന്ന് ചോദിക്കണം. അന്നേരം ശാരദ വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും അന്ന് ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി സുജാത അത് മാപ്പാക്കണം എന്ന് പറയുമ്പം, എന്താടി നീ പറഞ്ഞേ തെറ്റ് പറ്റിപ്പോയിന്നോ, ഇപ്പം എൻ്റെ മോനെ വശീകരിച്ചെടുത്തല്ലേടിയെന്നും ചോദിച്ചുകൊണ്ട് ഈ ശാരദയുടെ നേരെ ദേഷ്യത്തോടു കൂടി ചെല്ലണ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും വിനീതിൻ്റെയും ഗംഗയുടെയും കല്യാണം കഴിഞ്ഞു. പക്ഷേ ഇനിയിപ്പോൾ വിനീതിനെയും ഗംഗേനെയും സുജാത എന്തായാലും വീട്ടിൽ കയറ്റണ ലക്ഷണമൊന്നുമില്ല. ഇനി വരുന്ന ആഴ്ചയിലത്തെ എപ്പിസോഡുകളിലാണ് അതെല്ലാം കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.